ഈ വെടിനിർത്തൽ കരാർ ആദ്യം പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളോട് പോലും പറഞ്ഞിട്ടുള്ളത് ട്രംപാണ്. പക്ഷെ അതിനുശേഷം ഇന്ത്യ മൂന്നാമതൊരു കക്ഷി ഇല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ടും ട്രംപിന്റെ ഒരു ഇടപെടൽ എന്താണെന്നുള്ളത് വ്യക്തമാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇതുവരെയും അങ്ങനെ ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ ചോദ്യം ഇപ്പോൾ ഈ സംഭവവികാസങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് താൻ ഇക്കാര്യത്തിൽ ഇടപെട്ടു, എന്നിട്ട് ഇന്ത്യയും പാകിസ്ഥാനും കാര്യങ്ങൾ മനസ്സിലാക്കി കോമൺ സെൻസ് കാണിച്ച് ഇങ്ങനൊരു വെടിനിർത്തലിന് സമ്മതിച്ചതിന് ഏതാണ്ടൊരു അഭിനന്ദിക്കുന്ന മട്ടിൽ ഒരു പാട്രണൈസിങ് പോസ്ചറിലാണ് US പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വീറ്റ് വന്നത്. ശ്രീ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനൊരു നിലപാട് എടുക്കുന്നതിൻ്റെ തലേ ദിവസം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ വാൻസ് അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടുന്ന വിഷയമേ ഉത്ഭവിക്കുന്നില്ല, ഞങ്ങൾ ഒരു തരത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അമേരിക്കയുടെ തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപിൻ്റെ വിശ്വസ്തൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇത് സംബന്ധിച്ച് നൽകിയത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ പാകിസ്ഥാൻ അദ്ദേഹം ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനെ ഫോണിൽ വിളിച്ചിട്ട് ഇത്തരത്തിൽ ഒരു വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചു. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നിങ്ങനെ വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതിന് സമ്മതം അറിയിച്ചു. ഇത് മാത്രമാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിലേതാണ് വസ്തുത? സത്യമറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശമില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മോഡി അടിയന്തരമായി ഇക്കാര്യത്തിൽ അവ്യക്തത ഒഴിവാക്കി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യം വിശദീകരിക്കണം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നതും കൊണ്ട് ഈ വിഷയം തീരുന്നില്ല. എന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് മറ്റൊരു രാജ്യവുമായിട്ടൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കുകയാണ് ഇന്ത്യ ഇതുവരെ പിന്തുടർന്നിട്ടുള്ള സമീപനം. CPIMൻ്റെ സമീപനവും അതാണ്. ഇന്ത്യക്ക് അയൽ രാജ്യങ്ങളുമായോ മറ്റു രാജ്യങ്ങളുമായോ പ്രശ്നമുണ്ടെങ്കിൽ മൂന്നാമതൊരു കക്ഷിയെ മധ്യസ്ഥ സ്ഥാനത്ത് ഇടപെടിക്കാൻ പാടില്ല എന്ന സമീപനമാണ് CPIMനും ഇന്ത്യ ഗവൺമെൻറ്റിനും ഇതുവരെ ഉണ്ടായിരുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ആ നയം ഉപേക്ഷിച്ചോ, മധ്യസ്ഥനാകാൻ അമേരിക്കൻ പ്രസിഡന്റിനെ അനുവദിച്ചോ, ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ ജനങ്ങളോടും ലോകത്തോടും വിശദീകരിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ അതിർത്തി പ്രശ്നം ഉൾപ്പെടെ പഹൽഗാമിലുണ്ടായ ഭീകരവാദികളുടെ അരിങ്കൊല ഈ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് അപലപിച്ചതാണ്. എന്തുകൊണ്ട് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, അവിടെ എന്തെങ്കിലും സുരക്ഷാ കരുതലിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കം ഇനി ചർച്ച ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് പാർലമെൻറ്റിൻ്റെ ഒരു അടിയന്തര പ്രത്യേക സെഷൻ വിളിച്ചുകൂട്ടേണ്ടതാണ് എന്നാണ് CPIMൻ്റെ ആവശ്യം. നേരത്തെ തന്നെ രാജ്യസഭയിലെ നേതാവും ലോക്സഭയിലെ നേതാവും CPIMൻ്റെ നേതാക്കൾ, ലോക്സഭാ നേതാവ് സഖാവ് രാധാകൃഷ്ണനും രാജ്യസഭയിലെ CPM കക്ഷി നേതാവ് സഖാവ് ജോൺ ബ്രിട്ടാസും ഇക്കാര്യത്തിൽ എഴുതിയതാണ്. സ്പീക്കർക്കും രാജ്യസഭാ അധ്യക്ഷനും പാർട്ടി എന്നുള്ള നിലയിൽ ഈ ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുകയാണ്. ഇത്തരത്തിൽ പാർലമെൻറ്റിൻ്റെ ഒരു പ്രത്യേക സെഷൻ നിർബന്ധമായും കൂടേണ്ടതുണ്ട്. കാര്യം ഈ വിഷയങ്ങളെല്ലാം സംബന്ധിച്ച ആശങ്കകൾ ദൂരീകരിക്കേണ്ടതുണ്ട്, വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം 2 സർവകക്ഷി യോഗങ്ങൾ നടന്നു. ഈ 2 സർവകക്ഷി യോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല. അതിൽ വലിയൊരു പ്രതിഷേധം ഇടതുപക്ഷ MPമാരടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം രാജ്യസഭ MP കപിൽ സിബൽ പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് വ്യക്തമാക്കുന്നത് വരെ മറ്റു MPമാർ, അതായത് പ്രതിപക്ഷത്തെ MPമാർ പങ്കെടുക്കരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ്. അങ്ങനെ ഒരു നിർദ്ദേശം അത് ഫോളോ ചെയ്യുന്നൊരു ഘട്ടത്തിലേക്ക് CPM കടക്കുന്നുണ്ടോ? പ്രധാനമന്ത്രി ഇത്ര
ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സർവകക്ഷി യോഗം കൂടുമ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പ്രധാനമന്ത്രി വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുമ്പോഴും പങ്കെടുക്കാതിരുന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി വന്ന് ഗൗരവമുള്ളൊരു വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ ഭാഗത്തേക്ക് പ്രധാനമന്ത്രി വരാറില്ല. അപ്പോൾ സർവകക്ഷി യോഗത്തെ വില കുറച്ച് കണ്ട പ്രധാനമന്ത്രിയുടെ സമീപനം ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. പാർലമെൻറ്റ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെയും അവഗണിച്ചു പോകുന്ന സമീപനം, പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായത്തെ അംഗീകരിക്കാത്ത പ്രധാനമന്ത്രി ശ്രീ മോഡിയുടെ സമീപനം, ഇതെല്ലാം ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത് ദുഃഖകരമാണ്. കാര്യം നമുക്ക് അയൽരാജ്യവുമായിട്ട് പ്രശ്നമുള്ള സമയത്ത്. പക്ഷേ ഇത് വിശദമായി നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യമായി പ്രധാനമന്ത്രി കാണരുത്. എന്നാൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്ത യോഗത്തിൽ ഞങ്ങളും പങ്കെടുക്കുകയില്ല എന്നൊരു സമീപനം CPIM ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണം. അവിടെ പ്രധാനമന്ത്രി തന്നെ വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കണം. സർവകക്ഷി യോഗത്തോടും പാർലമെൻറ്റ് സമ്മേളനത്തോടുമെല്ലാം പ്രധാനമന്ത്രി കാണിക്കുന്ന അവഗണന, നിഷേധാത്മകമായ സമീപനം, അത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല.